ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള ഫസ്റ്റ് ഏർണിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എത്രയാണ് യൂട്യൂബ് മണി കിട്ടിയത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും നിങ്ങളുടെ ലൈക്കും കമൻറ്റും അറിയിക്കുക. യൂട്യൂബിൽ നിന്ന് റവന്യൂ പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത്. കൊറോണ ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടുതൽ പേരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഞാനും ഈ ഒരു ചാനൽ തുടങ്ങിയത് കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ആ സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 1K 2K മാക്സിമം അത്ര വ്യൂസാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2 വർഷത്തോളം വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ ഏപ്രിലാണ് ഞാൻ പിന്നെയും ഈ ഒരു ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറേ അധികം പ്രോഡക്റ്റ്സ് നമ്മുടെ പുതിയ വീടിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകും എന്നുള്ള രീതിയിലാണ് നമ്മളിതൊന്ന് തുടങ്ങിയത്. കൂടുതലും ഞാൻ ഹോൾ വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും അതൊരു മോട്ടിവേഷൻ ആയത്. ഇപ്പോൾ നമ്മൾ 7.6K സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടുന്നത് ഡിസംബർ 22 കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പാണ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഏർണിങ്സ് കിട്ടിയെന്നുള്ളതെല്ലാം ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് എനിക്ക് ലാസ്റ്റ് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് $115. $115 എന്ന് പറയുമ്പോൾ ഏകദേശം 9,500 റുപ്പീസാണ് എനിക്ക് ഫസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് $75 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് $100 ആയിക്കഴിഞ്ഞാൽ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടും വ്യൂസ് കൂടുന്നില്ല, അല്ലെങ്കിൽ മോണിറ്റൈസ് ആവുന്നില്ല, പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കിലോട്ട് ഉൾവിരിഞ്ഞ് നിൽക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മദർ ഇൻ ലോ നാട്ടിലായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയാണ് മെയിനായിട്ട് ഇവിടെ ചോറ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഉമ്മയും കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ട ചമ്മന്തി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളി, ഉണക്കമുളക്, തേങ്ങ, പുളി, ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായി വഴച്ചെടുത്തതിന് ശേഷം മുട്ട 2 എണ്ണം പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വെന്ത് കഴിയുമ്പോൾ 1 സ്പൂൺ ചമ്മന്തി അരച്ച് വെച്ചത് ഞാനിതിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ചൂട് ചോറ് ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ വേറെ കറിയും വേണ്ട, ഉപ്പേരിയും വേണ്ട. എനിക്ക് ചോറിൻ്റെ കൂടെ മെയിനായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അരി അരിക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം തന്നെ അരിയെല്ലാം അരച്ച് വെച്ചു.
പിന്നെ ക്ലീനിങ് പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുമ്പളങ്ങ ഹൽവ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഇവർ രണ്ടുപേരും കുമ്പളങ്ങയ്ക്ക് വേണ്ടി അടിയായിരുന്നു. അങ്ങനെ വാശിയായി, കരച്ചിലായി, അടിയായി. ലാസ്റ്റ് ഞാൻ സോപ്പിട്ട് വാങ്ങിച്ചെടുത്തു. എന്നെക്കാളും ഭയങ്കര താല്പര്യം ഇന്ന് ഇക്കാക്കായിരുന്നു കേട്ടോ. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യാനായിട്ട് ഓൾ ഇൻ ഓൾ ആയിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ ഒരു ഭാഗത്തേക്ക് കാണാത്ത ആളാണ്. അപ്പോൾ എനിക്ക് കുമ്പളങ്ങയൊക്കെ ഗ്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അത് പിഴിഞ്ഞ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ അളവിലാണ് കേട്ടോ വേണ്ടത്. 1 കപ്പ് കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് പഞ്ചസാര, പിന്നെ 1 കപ്പ് ജ്യൂസ്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചു. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ നെയ്യ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ പാത്രത്തിലോട്ട് തന്നെ നമ്മുടെ കുമ്പളങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അളന്ന് വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു, കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇത് ഒരുപാട് ടൈം എടുത്തു കേട്ടോ. കുമ്പളങ്ങയൊക്കെ ഒന്ന് നന്നായി വെന്ത് ഒരു ഗ്ലാസി ടെക്സ്ചർ ആവണം. സത്യം പറയാലോ, എനിക്ക് ഇളക്കി മതിയായി കേട്ടോ. ഇളക്കുന്നതിനിടയിൽ ബോറടിച്ചപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വറുത്ത് വെച്ചത് പകുതിയായിട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് റെഡ് കളറ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വറ്റിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ നെയ്യ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടിയില്ലാത്തതുകൊണ്ട് 2-3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി വറ്റിച്ചെടുക്കണം. അങ്ങനെ കുറേ ഇളക്കി അവസാനം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് കിട്ടിയത് ആകെ ഇത്രയാണ് കേട്ടോ. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.